ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു മാസത്തോളമായി, 25 ദിവസത്തിൽ കൂടുതലായി, എല്ലാവരും ഉദ്വേഗത്തോടുകൂടി തന്നെ നോക്കിയിരിക്കുകയാണ് ഈ റിസൾട്ട് എന്താകും എന്ന്. റിസൾട്ട് ഏതായാലും EVM ബോക്സിനകത്തൊക്കെ ഉണ്ട്. അത് നാളെ എണ്ണുമ്പോൾ മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. നാളെ ഒരു 11:30 മണിയാവുമ്പോൾ നമുക്കറിയാം കേരളം വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്നറിയാം. അപ്പോൾ ഇരു മുന്നണികളും ജയം അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് UDF-നാണെന്നുണ്ടെങ്കിൽ ഈ എക്സിറ്റ് പോളുകളിലെ ഫലങ്ങൾ വന്നതിന് ശേഷം വളരെ വലിയ ആത്മവിശ്വാസത്തിലും അവരെ ആത്മവിശ്വാസം അങ്ങ് ഏതാണ്ട് കൊടുമുടിയിലെത്തിയേക്കാണ്. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോരുകൾ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. VD സതീശൻ്റെ വലിയ കൂറ്റൻ ഫ്ലെക്സുകൾ ഒക്കെ വെച്ചിട്ട് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് ഒക്കെയുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ ചേർത്ത് സൂക്തങ്ങളുമൊക്കെ ചേർത്ത് ഇങ്ങനെ പലയിടത്തും സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ഇന്നത്തേക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ്. സ്പെക്കുലേഷൻസ് എനിക്കുമുണ്ട്. ഞാനും വിചാരിക്കുന്നത് UDF ഏതാണ്ട് ജയിച്ച് വരും എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. കാരണം അത് ഒരു പല കണക്കൂട്ടലുകളിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഏതാണ്ട് ഒരു 85 സീറ്റ് വരെ UDF-ന് നേടാം എന്നുള്ളതാണ്. അതിന് മുകളിലോട്ടുള്ളതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല, എനിക്കറിയില്ല. പിന്നെ അപ്പോൾ ഇരു മുന്നണികളും കണക്ക് കൂട്ടുന്നത് ജയമാണ്. അപ്പോൾ LDF പറയുന്നു അവർക്ക് ഇപ്പോൾ പ്രവചിച്ചേക്കുന്ന സീറ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ 60 സീറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറവാണ്. ചെറിയ ഒരു നേരിയ ഭൂരിപക്ഷത്തിലായാലും അവർക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. കുറ്റം പറയാൻ ഒക്കത്തില്ല, ആർക്കും അല്ല ആഗ്രഹിക്കാം. NDAയ്ക്കും അതുപോലെ ആഗ്രഹങ്ങൾ ചെറുതൊന്നുമല്ല. NDAയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രീ കുമ്മനം രാജശേഖരൻ പറയുന്നത് കേട്ടു, ഇവിടെ തൂക്കും നിയമസഭ വരാനാണ് സാധ്യത. അങ്ങനെയാണ് അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ ഒരു ഡിസിസീവ് ഫാക്ടറായിട്ട്, അതായത് തീരുമാനിക്കുന്ന ഒരു ഘടകമായിട്ട് NDA മാറും എന്നുള്ളതാണ് കുമ്മനം രാജശേഖരൻ എൻ്റെ ആ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. ഇനി അത് അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേട്ടില്ല. ബുദ്ധിമുട്ടാണ്. അവിടെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ചിലപ്പോൾ അദ്ദേഹം വോട്ട് കുറച്ച് കൂട്ടുമായിരിക്കും. വോട്ട് കൂട്ടിയാൽ പോലും അത് ആരെ ബാധിക്കും എന്നുള്ളത്, അതായത് അത് വീണ ജോർജിനെ ബാധിക്കുമോ അതോ അബിൻ വർക്കിയെ ബാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാനുണ്ട്. അപ്പോൾ ഇത് വളരെ, അതായത് ഈ ഒന്ന് നമുക്ക് പ്രവചനാതീതമാണ് ഈ ഇപ്പോഴത്തെ ഈ റിസൾട്ട്. പക്ഷേ ഈ ആളുകളുടെ ചായ്വും എല്ലാം അനുസരിച്ച് നോക്കിയാൽ അത് UDF-ന് സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ അത് എത്ര ഭൂരിപക്ഷം വരും എന്നൊന്നും പറയാനറിയില്ല. വളരെ ഒരു ചെറിയ ഭൂരിപക്ഷം, അതായത് 80 സീറ്റിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയ നേട്ടമായിട്ട് ഒരു വലിയൊരു വേവ്, ഒരു തിരയടിച്ചതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ അതിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല രീതിയിലുള്ളൊരു വിജയമായിട്ട് തന്നെ മാറും. ഇനി ഇപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഈ അതായത് ഇത് ഇടതു മുന്നണിക്കും ഈ വലതു മുന്നണിക്കും ആയിട്ട് 1-2 സീറ്റിൻ്റെ വ്യത്യാസമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇപ്പം എന്തായാലും 140 സീറ്റേ ഉള്ളൂ. ഒരു 68ഉം 69ഉം ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 68ഉം 70ഉം ആയിട്ടൊക്കെ വന്നാലും, ചിലപ്പോൾ ഈ ഘടകകക്ഷികളുണ്ടല്ലോ, ചില ഘടകകക്ഷികളുണ്ട്, അവർക്ക് അങ്ങോട്ട് പോയാലൊന്നും ഡിഫെക്ഷനൊന്നും അവർക്ക് ബാധകമല്ല. കാരണം അവരുടെ ഒരു പാർട്ടി ഒരു മുന്നണിയിൽ നിന്ന് പോകുന്നത് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. അങ്ങനെ പോയ ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. ഇപ്പോൾ പണ്ട് PJ ജോസഫ് നിന്നിടത്തുനിന്ന് തിരിച്ച് വന്ന് UDF-ലേക്ക് വന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ചിലപ്പം വന്നു കഴിഞ്ഞാൽ 2 സീറ്റോ 3 സീറ്റോ ഒക്കെ ഉള്ള ആളുകൾ 2 സീറ്റും ഒക്കെ ആയിട്ട് നേരെ എതിർപാളയത്തിലേക്ക് പോയാൽ വലിയ പ്രശ്നമാവും, ബത്തപ്പാട് വരും. അങ്ങനെ വരാം. ഇനി നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇടതു മുന്നണി വിജയവും പരാജയവും നമുക്ക് നോക്കാം. ഇടതു മുന്നണി ജയിച്ചാൽ
പിന്നെ അതിന് തർക്കമൊന്നും വേണ്ട. കാരണം ഏതായാലും മുഖ്യമന്ത്രി അവിടെ തൂക്കും, ധർമ്മടത്ത് തൂക്കുമെന്നൊന്നും ആരും പ്രവചിക്കുന്നില്ല. ചിലപ്പോൾ ഭൂരിപക്ഷം കുറയും, അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഭൂരിപക്ഷം കഴിഞ്ഞ ഭൂരിപക്ഷം ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ അദ്ദേഹവും ജയിച്ചു വന്നാൽ, ഇടതുമുന്നണി ജയിക്കുമ്പോൾ അദ്ദേഹം ജയിക്കും എന്നുള്ള ഉറപ്പാണ്. പിന്നെ മുഖ്യമന്ത്രി ആരാകണം, ആര് ഗവൺമെൻറ്റിനെ നയിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആലോചനയൊന്നും വേണ്ട. അത് അദ്ദേഹം തന്നെ ഏതാണ്ട് സ്വേച്ഛാധിപതിയായിട്ട് തുടരും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ മന്ത്രിമാരാക്കും, ഒക്കെ ചെയ്യും. 5 വർഷത്തേക്ക് പിന്നെ കുശാലാണ്, കാര്യങ്ങൾ എല്ലാം റെഡിയായിട്ടങ്ങ് പോകും. ഒരാളെങ്കിലും അതും ഇതും എല്ലാം ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. തോറ്റാൽ അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇടതുമുന്നണി തോറ്റു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം അവർക്ക് ഇന്ത്യയിൽ ആകെപ്പാടെ ഭരണമുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഇവിടുത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ആശാന്മാരൊക്കെ പെട്ടിയും തൂക്കിയൊക്കെ നടക്കുന്നത്. പിന്നെ പെട്ടിയും സഞ്ചിയൊക്കെ തൂക്കി നടക്കുന്നുണ്ടല്ലോ, അത് ഇവിടുത്തെ ഭരണം നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഭാരതത്തിലൊട്ടാകെ, ഇന്ത്യ ഒട്ടാകെ ഒരു വലിയ തിരിച്ചടിയായിരിക്കും അവർക്കുണ്ടാകുന്നത്. അത് പാർട്ടിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ, നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. മാത്രവുമല്ല, ശ്രീ പിണറായി വിജയൻ്റെ ഏകാധിപത്യ ശൈലിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വരും. അങ്ങനെ വരുന്നുടനെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ശൈലി കൊണ്ടും അഹന്ത കൊണ്ടും അഹംഭാവം കൊണ്ടും ഒക്കെയാണ് ഈ തോൽവി എന്ന് ചിലപ്പോൾ വരും. കാരണം ഒരു മീറ്റിങ്ങിൽ നമ്മൾ കണ്ട പത്തനംതിട്ട ഒരു സമ്മേളനത്തിൽ ഏതോ ഒരു പ്രവർത്തകർ, ഒരു പാവപ്പെട്ട് വരുത്താൻ ചോദിച്ചു ഒരു ചോദ്യം, അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അതോടുകൂടി എത്ര വോട്ടാണ് നഷ്ടപ്പെട്ടതെന്നറിയോ ഇടതുമുന്നണിക്ക്. അതാണ് ഈ ഒരൊറ്റ വാചകത്തിൽ. ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ എപ്പോഴും നോക്കിയിരിക്കും. ഒരൊറ്റ അടി അങ്ങ് അടിച്ചു കൊടുത്തു നിന്ന് പറഞ്ഞ്, അത് ഈ അഹങ്കാരം വളരെ ദോഷം ചെയ്യും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ശൈലിക്കെതിരെ, ഇതേപോലുള്ള വാചകങ്ങൾക്കെതിരെ മാധ്യമങ്ങൾക്ക് ഈ അവസാനം ഇലക്ഷൻ തുടങ്ങിയപ്പോൾ ഒരു എന്ത് സ്നേഹമാണ് മാധ്യമങ്ങളുടെ ചിരിക്കുന്ന മാത്രമല്ല, അവർ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിപ്പിക്കുകയാണ്. ബാക്കി ചോദ്യം ചോദിക്കുന്നവരുടെ ഒന്നും കേൾക്കത്തില്ല, ചെവിക്ക് ഇച്ചിരി കേൾവിക്കുറവുണ്ട്. കാരണം ഈ വയസ്സ് 80 കഴിഞ്ഞില്ലേ, അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വന്നേക്കാം. ഏതായാലും ആ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയെക്കുറിച്ച് വലിയ ചർച്ച വരും. ചർച്ച വന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇടതുപക്ഷത്തിനെ നയിക്കാൻ ബുദ്ധിമുട്ട് വരത്തില്ലേ? വരാനാണ് സാധ്യത. കാരണം സ്വന്തം പാർട്ടി അണികൾ തന്നെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ വിമുഖത കാട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാരണം ഇതുപോലുള്ള രീതിയാണ് അവിടെയും തുടരുന്നത് എന്നുള്ള ഒരു ധാരണ വരും. പിന്നെ അല്ലെങ്കിൽ ധർമ്മടത്തു നിന്ന് ഒരു MLA മാത്രമായിട്ട് അദ്ദേഹം വന്ന് അവിടെ ഇരിക്കുമോ? അത് ഒരു ബുദ്ധിമുട്ടാണ്. അതെനിക്ക് ഒരു കാൽക്കുലേഷൻ തന്നെ പറ്റുന്നില്ല, കണക്കൂട്ടലുകൾക്കൊക്കെ അപ്പുറത്താണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു തോൽവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹം നല്ല ഇടതുമുന്നണി അവർ ജയിക്കും എന്നുള്ള വലിയ വിശ്വാസത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഹോർഡിങ്സ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് 150 കോടി രൂപ ചിലവാക്കി എടുത്ത് നടത്തി ഈ റോഡ് മുഴുവൻ സ്ഥാപിച്ചത്, അതൊരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഇത് കാണുന്നവർക്ക് തോന്നും ഇത്രയും വലിയ അഹംഭാവം. ഒരു 100 മീറ്ററിനകത്തൊക്കെ ഉണ്ടല്ലോ, ആ 4-5 എണ്ണമാണ് വെച്ചേക്കുന്നത്, ഒരു 30 അടി ഉയരത്തിലും ഒക്കെ ഉള്ളത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ട് മടുത്തു പോകും. ആളുകൾ കാണുമ്പോൾ തോന്നുന്നത് എന്തെന്നറിയോ, ഇത്രയും വലിയ അഹങ്കാരം കാണിക്കണമെന്ന് തോന്നും. അങ്ങനെ തോന്നും, കുറ്റമല്ല. ചിന്തിക്കാൻ മനസ്സുള്ളവരാ. കേരളത്തിൽ ജനാധിപത്യ ബോധം ഒരുപാടുള്ള ആളുകളാണ് ഉള്ളത്. പാവങ്ങളായാലും അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക ശേഷി കുറവായിരിക്കും, പക്ഷേ ജനാധിപത്യ ബോധം നന്നായിട്ടുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ബദ്ധപ്പാടുണ്ട്, ഒരു വലിയ പ്രതിസന്ധി ഉടലെടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നത്, പ്രതിപക്ഷ സ്ഥാനത്ത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ശ്രീ KN ബാലഗോപാൽ ജയിച്ചു വരുന്നെങ്കിൽ, KN ബാലഗോപാൽ ഒരു നല്ല ചോയ്സ് ആയിരിക്കും. അതുപോലെ രാജീവ് ജയിക്കുന്നെങ്കിൽ ചിലപ്പോൾ രാജീവായിരിക്കാം. ഈ രീതിയിലേ പറയാൻ ഒക്കുള്ളൂ. അല്ലെങ്കിൽ MP രാജേഷ് ജയിച്ചു വരുന്ന കാര്യം സംശയമാണ്. MP രാജേഷ് ആയിരിക്കാം അങ്ങനെ വരുന്നെങ്കിൽ. ഇവർക്ക് അതായത്
ജയസാധ്യതയെന്ന് പറയുന്നത് ഒരു തുലാസിലാണ്. കാരണം മത്സരങ്ങൾ ഇവർ വളരെ കട്ടിയായ മത്സരങ്ങളാണ് ഈ 3 പേരും നേരിടുന്നത്. അതുകൊണ്ട് അത് പ്രവചനാതീതമാണ്, നമുക്കത് അവിടെ വിടാം. ഇനി UDF ജയിക്കുന്നതെങ്കിലോ ആടി പിന്നെ ഭയങ്കര അടി അങ്ങോട്ട് തുടങ്ങും. ഹൈക്കമാൻഡിൻ്റെ കോർട്ടിലെത്തും തീരുമാനം അവസാനം. കാരണം ഇപ്പോൾ ഏറ്റവും സീനിയർ നേതാവ് ഈ 3 പേരിൽ നോക്കിയാൽ, അതായത് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ നോക്കിയാൽ അതിലെ സീനിയർ നേതാവെന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ രമേശ് ചെന്നിത്തല തന്നെയാണ്. മാത്രമല്ല ഇടപാടുകളിലൊക്കെ ഒരു മയമുണ്ട് അദ്ദേഹത്തിന്. ആ രീതിയിൽ ഒരു കാര്യങ്ങൾ നേരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്, സൗമ്യനാണ്. എന്നാൽ ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരൊറ്റ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷന് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹം നയിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ അതിനകത്ത് കോൺഗ്രസ്സിന് പരാജയം പറ്റി, UDF പരാജയം പറ്റി. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നറിയോ, പ്രത്യേക അവസരമായിരുന്നു. കോവിഡ് ഇതെല്ലാം വന്നു. ആ കോവിഡിലെ പ്രവർത്തനങ്ങൾ ശ്രീമതി KK ശൈലജ കാഴ്ചവെച്ച പ്രകടനം എന്നൊക്കെ പറയുന്നത് വളരെ വലുതായിരുന്നു. അത് ഒരുപാട് തുണച്ചു ശ്രീ പിണറായി വിജയനെ. ഇന്നിപ്പോൾ പ്രളയമില്ല, കോവിഡില്ല, ഉരുൾപൊട്ടലില്ല, ഒന്നും ഈ ഇലക്ഷനില്ല. ഇങ്ങനെയുള്ളതൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് കാര്യം. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് മാറി. ഇനി അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന UDF ഇതിൽ സീനിയർ നേതാവെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ ഈ VD സതീശന് വേണ്ടി വാദിക്കുന്ന ആളുകളും ഉണ്ട്, ഇത്തിരി പേര്. ഇത് ജയിച്ചു വരുന്ന നിയമസഭാ കക്ഷി അംഗങ്ങൾ നോക്കിയാൽ UDF എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ പേരും ശ്രീ KC വേണുഗോപാലിൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. KC വേണുഗോപാൽ ഒരുപാട് പ്രവർത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ വളരെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ സംഭാവന കൊടുത്തത് KC വേണുഗോപാലാണ്. അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം കൈമൈ മറന്ന് രംഗത്തിറങ്ങി ഇവിടെ ഇറങ്ങി പ്രവർത്തിച്ചതാണ്. പിന്നെ അദ്ദേഹം MP ആയിട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. MLA ആവാൻ സാധ്യതയില്ലല്ലോ. എന്നാലും മുഖ്യമന്ത്രിയായി കൂടുന്നില്ല. കാരണം പിന്നെ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ മതി. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് ഈ ഹൈക്കമാൻഡിൻ്റെ കോർട്ടിൽ ഇത് തീരുമാനം എത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് പ്രവചനാതീതമാണ്. അതിന് കൂടുതലും മുൻതൂക്കം കൊടുക്കാവുന്നത് KC വേണുഗോപാലിനാണ്. ആ രീതിയേ വരികയുള്ളൂ. പക്ഷേ അത് രാഹുൽ ഗാന്ധി സമ്മതിക്കണം KC വേണുഗോപാലിനെ അവിടുന്ന് കേരളത്തിലേക്ക് വിടാൻ. അത് എത്രത്തോളം നടക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പിന്നെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും, അഥവാ ഈ UDF തോറ്റെന്നിരിക്കട്ടെ, പിന്നെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ചോദ്യമില്ല. അതായത് പ്രതിപക്ഷ നേതാവ് തോറ്റു കഴിഞ്ഞാൽ, UDF തോറ്റു കഴിഞ്ഞാൽ അതിൽ പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ വരാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ളതാണല്ലോ പ്രഖ്യാപിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ വരാൻ സാധ്യതയില്ല. പിന്നെ ഇതേപോലുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറെ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ശ്രീ VD സതീശൻ്റെ കാര്യം നോക്കിയാൽ അദ്ദേഹം യോഗ്യനാണ് മുഖ്യമന്ത്രിയാകാൻ, ഒരു സംശയവും വേണ്ട. നേതൃത്വം, അതുപോലെ ഹൈക്കമാൻഡോ ഇവിടുത്തെ നേതാക്കളോ അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളോ, അതായത് നിയമസഭാ സാമാജികരായിട്ട് വരുന്നവരോ അവർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് കൂടാതെ, അത് നമുക്ക് പറയാൻ പറ്റുന്നതല്ലല്ലോ. അതല്ലാതെ അണികൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കൂടുതൽ ആവേശം കാണിക്കുന്നത് VD സതീശനോടായിരിക്കും എന്നാണ് ഈ കാഴ്ചയെന്ന് തോന്നുന്നത്. അപ്പോൾ VD സതീശൻ്റെ കാര്യം അത് തീരുമാനം എടുക്കേണ്ടത് പിന്നെ ഹൈക്കമാൻഡിൻ്റെ കോടതിയിലേക്ക് വരും. VD സതീശനും രമേശ് ചെന്നിത്തലയും കൂടെ ആരോഗ്യകരമായ ഒരു മത്സരം ഇതിലുണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തീരുമാനമെടുക്കേണ്ടി വരുന്നത് ഹൈക്കമാൻഡായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീ KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇതിനകത്തുണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകുന്നെങ്കിൽ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റായിട്ട്
അതിനകത്ത് ചൂണ്ടിക്കാണിക്കാവുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയായിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. നേതാക്കൾക്ക് ഒരു പഞ്ഞവുമില്ല കോൺഗ്രസിനകത്ത്, ഇഷ്ടമാതിരി ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുള്ളതാണ്. അപ്പോൾ അത് കാരണം അത് ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഇത് നാളെ രാവിലെ 11:30 മണി വരെ ഉള്ള ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. 11:30ക്ക് ഉറപ്പാവും ഇതാരാണ് എന്താണെന്നുള്ളത്. പിന്നെ NDAക്ക് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത് കേട്ടോ. അവർ ഒരുപാടൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ അങ്ങനെ വലിയ പ്രതീക്ഷകൾ വേണം എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അവർക്ക് 0 മുതൽ 2 സീറ്റ് വരെയാണ് ഞാൻ കാണുന്നത്, അതേ ഉള്ളൂ. അതിൽ കൂടുതൽ മേളിലോട്ടൊന്നും പോവും എന്ന് കരുതാൻ പറ്റുന്നതല്ല കേരളത്തിൻ്റെ അവസ്ഥ. പിന്നെ പറയാൻ പറ്റത്തില്ല, ഈ വോട്ട് ഇതിനകത്തിരിക്കല്ലേ, ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നു, ഏതൊക്കെയാണ് ആളുകളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്, അത് നോക്കുമ്പോൾ നമുക്കറിയാം. ഏതായാലും നമുക്ക് നാളെ ഒരു 8 മണി മുതൽ ഒരു 11:30 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് വളരെ പിരിമുറുക്കത്തിൻ്റെ സമയമായിരിക്കും. 11:30ക്ക് ഒരു തീരുമാനമാവും. നമുക്ക് കാത്തിരിക്കാം.